സുഹൃത്തുക്കളെ, പൗരവിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാർ കാണുന്നതായിട്ട് തോന്നുന്നില്ല. വളരെ ഒരു 100-110 പേരൊക്കെ കാണുന്നുള്ളൂ. അത് വലിയൊരു കാര്യമാണ് എന്നുള്ളത് നാം സമ്മതിച്ചു. അതായത് പുതിയൊരു ഐഡിയ ആയതുകൊണ്ട് തന്നെ അത് അത്രയെങ്കിലും പേർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് നമ്മളെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ വരും തലമുറ, ഇത്രയും റിസോഴ്സസൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മളെ ഇന്ത്യ രാജ്യത്ത് വരും തലമുറയും കഷ്ടപ്പെടേണ്ട, കഴിഞ്ഞ 200 വർഷമായിട്ട് കഷ്ടപ്പെടേണ്ട ആ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് നിൽക്കുന്നു എന്നത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ അവരുടെ കഴിവുകൾ പരമാവധി പരിപോഷിപ്പിച്ച് അത് വികസിപ്പിച്ച് സമൂഹത്തിനും അവർക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിലുള്ള ആവണമെന്നും, അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്വർഗീയമായ ജീവിതം തന്നെ, ഒരു ഹെവൻലി ലൈഫ് നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നും തോന്നുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെ പരമാവധി ഈ കാര്യങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. അവരിത് കണ്ടാൽ, ഇപ്പോൾ എൻ്റെ ഈ കോലൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ആരും അത് നോക്കില്ല. പക്ഷേ അവരോട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം പറയുകയും അവരോട് കാണാൻ പറയുകയും അതിൻ്റെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കൂട്ടിച്ചേർക്കലുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ, തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി, അത് അറിയിക്കുകയും ചെയ്താൽ കുറച്ചും കൂടി സജീവമാവും. ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ അങ്ങനെ കാത്തിരിക്കുകയാണ്, ഇത് ഇടണ്ടേ. പക്ഷേ വളരെ മൗലികവും യഥാർത്ഥത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്തെ ആ സമ്പത്ത് മനസ്സിലാവാത്ത ഒരു പൊട്ടന്മാരും ആയ നമ്മളെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നത് അത് പ്രത്യേകിച്ചും ഇങ്ങനെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസം എന്നത് സാധാരണ ഒരാൾ വിചാരിച്ചാലോ 2 ആൾ വിചാരിച്ചാലോ കുറേ ആൾക്കാർ വിചാരിച്ചാലോ മാറ്റാൻ കഴിയില്ല. നേരെ മറിച്ച് മാറ്റാൻ കഴിയും. എവിടുന്ന്? അത് ഭരണ കേന്ദ്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭരിക്കുന്ന ആൾക്കാരുടെ സംഘടിതമായ ഒരു ശ്രമത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളവിടെ വിദ്യാഭ്യാസം ഈ രീതിയിലുള്ള ഈ പ്രജാവിദ്യാഭ്യാസം കൊണ്ടുവന്നത് വെള്ളക്കാരനാണ്. വെള്ളക്കാരന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് അവരവിടെ നടത്തി. അതേപോലെ തന്നെ സമഗ്രമായ അധികാരമുള്ള പാർട്ടികൾക്ക് ആണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികൾക്ക് ആണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിചാരിച്ച പോലെ മാറ്റാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ വെള്ളക്കാരൻ പോയി, വെള്ളക്കാരനാ ഭരണാധികാരം കൊടുത്തത് അവൻ്റെ തന്നെ താല്പര്യത്തിലുള്ള, അവൻ്റെ തന്നെ രീതിയിലുള്ള, ഇതാണ് ഏറ്റവും നല്ലത്, ഈ ജനാധിപത്യ രീതിയാണ് നല്ലത് എന്ന് തോന്നിപ്പിച്ചിട്ട് അത് തന്നെ കൊടുത്തത്, അല്ലത് കിട്ടിയത് ഒന്നുകിൽ മന്ദബുദ്ധികൾ, അല്ലെങ്കിൽ അല്പബുദ്ധികൾ, അല്ലെങ്കിൽ അതിബുദ്ധികൾ. അതായത് കൂടുതൽ കാശ്, അതും ഈ സ്വാർത്ഥത കൂടുന്നതും എൻ്റെ അഭിപ്രായത്തിൽ മന്ദബുദ്ധികളായതുകൊണ്ടാണ്.
ശരിക്കും ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകെ ഇവിടെ ജീവിക്കുന്ന കാലം കൂടിപ്പോയ 100 വർഷമാണ്. ആ കാലം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കലാണ് എന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുക. അല്ലാതെ കുറേ കാശുണ്ടാക്കിയിട്ട് അത് വരും തലമുറകൾക്ക് കൊടുക്കണം എന്നുള്ളതാണോ എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ വികട ബുദ്ധികൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ യജമാനാൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട അടിമബോധമുള്ളവർ, അതല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന അതും മന്ദബുദ്ധികൾ തന്നെ എന്ന് പറയാം. അവർ അറിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എനിക്ക് കാര്യത്തെക്കുറിച്ചിട്ട് അറിവില്ല, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്നോ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് തന്നെ എന്ത് രീതിയിൽ മാറ്റണം എന്നോ പോലും ചിന്തിക്കാൻ ബുദ്ധിപരമായ വികാസം ഇല്ലാത്തവരാണ് നമ്മളെ ഭരിച്ചത് എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യവൽക്കരണം എങ്ങനെ നടക്കണം, അത് നടക്കേണ്ട അനിവാര്യത പോലും നമുക്ക് സെൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനൊരു അത് അത്യാവശ്യമാണ് എന്ന് തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അതായത് അതുകൊണ്ട് തന്നെ അതെന്നാണ് തോന്നൽ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് വേണ്ടത് അത് ഇങ്ങനെ പൗരവിദ്യാഭ്യാസം എന്നതിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഓരോ ഘടകങ്ങളെയും കുറിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഇത് വേഗം ഇടും. ഒരു ദിവസം കൊണ്ട് തന്നെ 100 പേര് കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത ദിവസം വീഡിയോ ഇട്ടോളാം. എന്തായാലും ജനാധിപത്യവൽക്കരണം, അതായത് കോളനൈസേഷന് ശേഷം ഒരു കോളനിയായ നമ്മൾ ആ കോളനികൾ ഇല്ലാതാക്കുക, അതായത് ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം വേണം എന്ന അനിവാര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് എന്ന ബോധം പോലും നമ്മളെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതിനുള്ള തെളിവാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. ഇന്നും നമ്മളെ ഭരണ രീതി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി പഴയത് തന്നെ. പഴയതിൽ നിന്നും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ടും കൂടുതൽ ചടുലതയോടുകൂടിയും കൂടുതൽ ആഴത്തിലും നടത്താൻ പറ്റി അത് നന്നാക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു ജനാധിപത്യ പൗരനെ വാർത്തെടുക്കാൻ, അതേപോലെ തന്നെ ഒരു ജനാധിപത്യ പൗരനെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അവൻ്റെ ശിഷ്ടകാലം മുഴുവൻ അവൻ പരിത്യാഗം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സമൂഹസ്നേഹികളായ, സമൂഹത്തിന് വേണ്ടി എന്തും ത്യജിക്കാനും എന്ത് കഷ്ടപ്പാടും നേരിടാനും എന്തും പരിശ്രമിക്കാനും തയ്യാറുള്ള യഥാർത്ഥ പൗരന്മാരെ, മഹത്തായ പൗരന്മാരെ സൃഷ്ടിക്കുന്ന, അതിനാണ് ജനാധിപത്യ വിദ്യാഭ്യാസം എന്ന കാര്യം പോലും നമുക്കറിയില്ല. നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നിയിട്ടില്ല എന്നതാണ്. നമ്മളെ പഴയ വെള്ളക്കാരൻ്റെ അതേ രൂപത്തിൽ അതേ രീതിയിൽ, അതാണ് വെള്ളക്കാരനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, അവൻ്റെ അടുത്തേക്ക് എത്തുക, അവനെപ്പോലെ ആവുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊക്കെ ഉള്ള ചെയ്യേണ്ടത്. അവൻ മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കൊള്ളയടിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക എന്ന രീതിയിലാണ് നമ്മളിരിക്കുന്നതെന്ന് അർത്ഥം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അവരൊക്കെ വലിയ
ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ വലിയ അപ്പോസ്തലന്മാരാണെന്നാണ് വെപ്പ്. അത് മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കും കൂടി ചെയ്യുകയാണ്. പക്ഷെ അവരൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യത്വം എന്നത് തൊട്ട് തീണ്ടാത്ത, ക്രൂരത മാത്രം കയ്യിലുള്ള, മറ്റുള്ളവരുടെ സമ്പത്തും മറ്റുള്ളവരുടെ അധ്വാനവും മറ്റുള്ളവരുടെ ജീവനും എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നശിപ്പിക്കാനും സ്വന്തമാക്കാനും തയ്യാറുള്ള ഒരു വിഭാഗമായിരുന്നു ഇന്ന് നിങ്ങളൊക്കെ വലിയ സംസ്കാരമുള്ളവരാണെന്ന് കണക്കാക്കുന്ന ഈ പാശ്ചാത്യർ മുഴുവൻ. ഇപ്പം മാത്രം അവർ പഴയ രീതി നടക്കില്ല എന്നുള്ളതുകൊണ്ട് പുതിയ രീതിയിൽ നമ്മളെ പിന്നെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ ജനാധിപത്യ രീതി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കണം നിങ്ങൾ. നേരെ മറിച്ച് നമ്മുടെ നാട്ടിന് എന്ത് വേണം, നമ്മൾ വികസിക്കാൻ എന്ത് വേണം എന്ന് ഒരു മിനിറ്റെങ്കിലും ആലോചിക്കുന്ന, ഒരു ദിവസത്തിൽ 1 മിനിറ്റെങ്കിലും ആലോചിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ, അവരാണ് നമ്മളെ ഭരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വ്യാപകമായിട്ട് തന്നെ ഒരു സംവാദം നടത്തണം. അത് ഏറ്റവും അടിസ്ഥാന തലത്തിൽ മുതൽ പാർലമെൻറ്റും സുപ്രീം കോടതിയും ഒക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ഈ രാജ്യത്തുള്ള ഒരു മനുഷ്യനും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കരുത്, അതിനെക്കുറിച്ചിട്ട് അവരുടെ അഭിപ്രായം പങ്കുവെക്കാതിരിക്കരുത്. ആ രീതിയിലുള്ള വ്യാപകമായ കുടുംബ സദസ്സിലും വാർഡ് തലത്തിലും പിന്നെ അത് എന്തിന് ചായക്കടയിൽ വരെ അങ്ങനെയുള്ള ഒരു സംവാദത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരണം. അതിൻ്റെ ആദ്യമായിട്ട് പ്രജകളുടെ വിദ്യാഭ്യാസമാണോ പൗരൻ്റെ വിദ്യാഭ്യാസമാണോ വേണ്ടത്, അത് തീരുമാനിച്ചു കഴിഞ്ഞ് അതാണ് യഥാർത്ഥത്തിൽ മേലേക്കടയുള്ള ഭരണാധികാരികൾ തീരുമാനിക്കേണ്ടത്. അതായത് പ്രജാവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, പൗരവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഒരു പ്രജയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, സ്വഭാവ ഗുണങ്ങളാണ്, ബിഹേവിയറൽ ചേഞ്ചസ് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതെന്നാണ് അന്നത്തെ ഭരണാധികാരികളായ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നത്. അതേപോലെ തന്നെ നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ ഒരു പൗരന് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ആ വ്യത്യാസം എന്താണ്, അത് താരതമ്യം ചെയ്യണം. ഇത് താരതമ്യം ചെയ്യലാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസമില്ല. ഈ പ്രജയ്ക്ക് ആവശ്യമുള്ളതും പൗരന് ആവശ്യമുള്ളതുമായുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പൗരന് ആവശ്യമുള്ളതൊക്കെ നമ്മൾ എടുക്കുക, പ്രജയ്ക്ക് ആവശ്യമുള്ളത് വല്ലതുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് ഈ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി ഒരു 4 മാസമെങ്കിലും പാർലമെൻറ്റ് മുതൽ പിടിച്ച് സ്റ്റേറ്റ് അസംബ്ലികൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതേപോലെ പഞ്ചായത്തുകൾ, അയൽക്കൂട്ടങ്ങൾ, ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വിശദമായ സംവാദം നടത്താൻ, എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് നമ്മുടെ വരുന്ന തലമുറക്ക് ഉണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് പേപ്പർ പാർലമെൻറ്റിൽ സമർപ്പിക്കുക, പാർലമെൻറ്റ് ഡിസ്കസ് ചെയ്യുക, എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്നാണ് പാർലമെൻറ്റ് ആലോചിക്കുന്നത്. അതൊന്നുണ്ടാക്കുക, അത് താഴേക്കടയിലേക്ക് കൊടുക്കുക. ഈ താഴേക്കടയിലും ഇതേ പ്രോസസ്സ് നടത്തുക. അതായത് എല്ലാ സ്റ്റേറ്റ് അസംബ്ലികൾക്കും അധോലോക സഭകൾക്കും പിന്നെ പാർലമെൻറ്റിൽ 2 ഉണ്ടല്ലോ, രാജ്യസഭയും ലോക്സഭയും.
രണ്ടിലും അതേപോലെ ചർച്ച നടത്തുക, താഴേക്കും കൊടുക്കുക. ഇങ്ങനെ താഴേക്ക് കൊടുത്ത് താഴേന്ന് ഇത് ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കുക, പഞ്ചായത്തിൽ കൊടുക്കുക. അങ്ങനെ എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങളുടെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, വിദ്യാഭ്യാസത്തിൽ നാം പരിശീലിപ്പിക്കേണ്ട, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ച നടത്തും. ഇത് ചർച്ച നടത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ താഴേക്കടയിൽ പോയി താഴേക്കടയിൽ നിന്ന് മേലേക്ക് വന്ന് താഴെ ഈ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് അത് പിന്നെ പഞ്ചായത്ത് ലെവലിലെത്തി, അവിടുന്ന് പിന്നെ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും തീരുമാനിച്ച് അങ്ങനെ മേലേക്ക് വരട്ടെ. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, അതോടുകൂടി ഓരോ പഞ്ചായത്തിനും എന്തൊക്കെയാണ് അവരുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ, പരിശീലിപ്പിക്കേണ്ടതൊക്കെ എന്തൊക്കെ, പ്രോത്സാഹിപ്പിക്കേണ്ടതൊക്കെ എന്തൊക്കെയാണ്, അതേപോലെ പരിപോഷിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്, വികസിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന ഒരു അവശ്യബോധം അവർക്കൊക്കെ ഉണ്ടാവുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ആ ഓരോ പഞ്ചായത്തിനും വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്ന് അവരെ കരുപ്പിടിപ്പിക്കാനുള്ള ലക്ഷ്യമായിട്ട് തീരുന്നത്. ഈ ലക്ഷ്യം നിറവേറ്റാൻ അവിടെ തന്നെ അവർ തന്നെ അതിന് മേലെന്ന് വേണമെന്നുണ്ടെങ്കിൽ വല്ല നിർദ്ദേശങ്ങളെ കൊടുക്കാന്നുള്ളതല്ല, തീരുമാനങ്ങൾ എടുക്കുന്നത് ആ നാട്ടിൽ. ഉദാഹരണമായിട്ട് നെല്ലുണ്ടാക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ നെല്ല് ഉണ്ടാക്കുന്നതിൽ നിന്നായിരിക്കണം അത് മീഡിയമായിട്ടായിരിക്കണം അവരുടെ കണക്കും സയൻസും ഇംഗ്ലീഷും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ബോട്ടണിയും ഇതൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞ് വരേണ്ടതെന്നർത്ഥം. നേരെ മറിച്ച് പിന്നെ പരുത്തിയുള്ള സ്ഥലത്താണെങ്കിൽ പരുത്തിയും അതേപോലെ തന്നെ പിന്നെ തറിയും നൂലുണ്ടാക്കലും അങ്ങനെ വസ്ത്രം ഉണ്ടാക്കലും അങ്ങനെയുള്ള അതിലൂടെ ആയിരിക്കണം അവരുടെ ഈ പറഞ്ഞ ഭാഷയാണെങ്കിലും കണക്കാണെങ്കിലും എൻജിനീയറിംഗ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. ഈ രീതിയിൽ സാർത്ഥകമായ രീതിയിൽ മീനിങ് ആയിട്ടായിരിക്കണം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് ഇതൊരിക്കലും മടുക്കില്ല. ഇപ്പോഴുള്ള മന്ദബുദ്ധികൾ ഒരിക്കലും വിജയിച്ച് വരുമല്ല. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, എന്തിനാണ് ഇവരെയൊക്കെ പറ്റുക. ഇപ്പോൾ IAS ആയിട്ട് വരുന്നു, കുറേ ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളത് സമ്മതിച്ചു. ഈ നിലവിലിരിക്കുന്നതിൽ കാണാതെ പഠിക്കാൻ കഴിവുള്ള കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നു എന്ന് മാത്രം. അവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടോയെന്നും കൂടി അവർ നോക്കേണ്ടുള്ളൂ. എന്ത് പറയണത് കേൾക്കുക എന്നുള്ള അനുസരണശീലം. അതല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ നമ്മുടെ ഗവൺമെൻറ്റിലായിക്കോട്ടെ ഉള്ള ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നവരായിട്ട് പോലും ഇതിന് എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വികസിക്കാം എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവുകളൊക്കെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് ഇന്ന് കാണുന്ന സംഭവങ്ങളൊക്കെ എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു ജനാധിപത്യ പരമാധികാര രാജ്യത്ത് ഒരു വ്യക്തി എന്താവണം, അവൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഗുണങ്ങൾ ഉണ്ടാക്കാൻ, ഗുണങ്ങൾ പരിശീലിപ്പിക്കാൻ, പരിപോഷിപ്പിക്കാൻ, ഇല്ലാത്തത് ഉണ്ടാക്കുക എന്നുള്ളത് നടക്കില്ല. അത് പരിപോഷിപ്പിക്കാൻ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യിക്കാൻ ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും കൂടുതൽ അവിടുത്തെ
ആ ജീവിതോപാധികളെ ആണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ജീവിതഗന്ധിയാവുക. അതിൽ പെട്ടതാണ് യഥാർത്ഥത്തിൽ പാചകം ചെയ്യുക, പിന്നെ വസ്ത്രം അലക്കുക, കുളിക്കുക, അല്ലെങ്കിൽ വൃത്തിയാക്കുക, ശരീരവും അല്ലെങ്കിൽ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ഇതിലുള്ള കണക്കും സയൻസും അത് ഏറ്റവും ഉയർന്ന തലത്തിലായിക്കോട്ടെ, അതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യും. അതൊക്കെ ചെയ്യാനുള്ള സൗകര്യവും അതൊക്കെ നിശ്ചയിക്കാനുള്ള സൗകര്യവും യഥാർത്ഥത്തിൽ ആ അധ്യാപകനാണ് കൊടുക്കേണ്ടത്. അധ്യാപകനെ സഹായിക്കാൻ വേറെ ആരെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള ആളെ വിളിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരിക്കലും ഒരു കാലത്തും ഉപകാരമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് ഛർദ്ദിക്കുക എന്നുള്ളതാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളുടെ വ്യാപ്തി വളരെ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സങ്കീർണമായതും ഉന്നതമായതുമായ ഒരു മനുഷ്യ മസ്തിഷ്കം എന്ന ഒരു സാധനം പേറുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമൊന്നുമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ബർമ്മയും ഒക്കെപ്പാടെ നമ്മളെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയണ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള അത് കൂടുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ രാജ്യം തന്നെയാണ് നമ്മൾ. അതൊന്നായിട്ട് വിചാരിക്കുകയാണ്, അതൊന്നായിട്ട് പിന്നെ ഒന്നിച്ചൊന്നായിട്ട് അന്യോന്യം ഭീതിയും വെറുപ്പും അസൂയയും കുനുട്ടും വിദ്വേഷവും ഇല്ലാതെ ഒന്നിച്ച് ഒറ്റ കുടുംബമായിട്ട് നീങ്ങുകയാണെങ്കിൽ ലോകത്ത് നമ്മളെ പിടിച്ചാൽ ആർക്കും കിട്ടിയിരുന്നില്ല. അത് നാം മനസ്സിലാക്കണം. മാത്രമല്ല അതിനെന്ത് വേണം? നമ്മളെ കുഞ്ഞുങ്ങളെങ്കിലും ഈ പഴയ വെള്ളക്കാരൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പ്രജയുടെ ആ സ്വഭാവം മാറ്റാൻ അവനെ തുറന്നു വിടണം. അവനെയും അതിന് ഏറ്റവും കൂടുതൽ കഴിവ് അധ്യാപകനാണ്. അല്ലെങ്കിൽ രക്ഷിതാവും അധ്യാപകനും കൂടുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളും അധ്യാപകനും കൂടുന്ന ആ ടീമിനാണ്. അതിന് പരമാവധി അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സമൂഹം ചെയ്യേണ്ടത്. അതിന് കൂടുതൽ നമ്മൾ വലിയതൊന്നും ചെയ്യേണ്ടതില്ല. ആദ്യം നമ്മൾ ഈ ലക്ഷ്യം കണിശമാവണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ കുഞ്ഞിനും സത്യസന്ധത, അന്തസ്സ്, സ്വാഭിമാനം, പരസ്നേഹം, സഹാനുഭൂതി, സംഘബോധം, അന്വേഷണത്വര, ജിജ്ഞാസ, വിശകലനശേഷി, ആത്മവിശ്വാസം, ധൈര്യം, ശാസ്ത്രീയ മനോഭാവം, ഇതൊക്കെ തന്നെ എല്ലാ മനുഷ്യരിലും എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ട്. കുഞ്ഞുങ്ങളിലൊക്കെ അത് നിറഞ്ഞു തുളുമ്പാണ്. അതിന് എത്ര കണ്ട് ചെറുപ്പത്തിൽ നമ്മൾ അവരെ ട്രാക്കിലേക്ക് കയറുന്നു, അവരെ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. ഒരു മനുഷ്യനും വികൃതമായിട്ട് ദൈവം പടക്കണില്ല. അത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ ആക്കുന്നു എന്നുള്ളൂ. അതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നന്മയാണ് അവരുടെ മുമ്പിൽ കാണുന്നത്. അവർ നന്മയായിട്ടേ വളരുള്ളൂ. നമ്മൾ വീട്ടിലെല്ലാവരും എന്നും അടിപിടി കൂടുന്ന വീട്ടിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ അവൻ വഴക്കാളിയാവും, അതിന് യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ സംശയിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടിയും സംശയിക്കാൻ തുടങ്ങും. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞിനെയും പരമാവധി മനുഷ്യസ്നേഹമുള്ളവരും ഈ ലോകത്തിന് ഉപകാരപ്രദമാവണം എന്ന ത്വരയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാവുന്നതാണ് ഏറ്റവും ബുദ്ധിപൂർവമെന്നും. അതല്ലാതെ ഞാൻ കുറേ കാശുണ്ടാക്കിയിട്ട് ഇപ്പോൾ അംബാനി അഡാനി പോലെ പരമാവധി സമ്പത്തുണ്ടാക്കിയിട്ട്
അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങലാണെന്നുള്ള മന്ദബുദ്ധികളോ അവരും എന്തായാലും മരിച്ചു പോകും. അതല്ല, മനുഷ്യൻ്റെതായ ഈ ലോകത്ത് സ്ഥായിയല്ല എന്നും ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്കും മാറ്റം ഉണ്ടാവുമെന്നും നമ്മൾ ഇവിടുന്ന് പോകുന്നു എന്നുള്ള ബോധമാണ് ബുദ്ധി. അതാണ് ആപേക്ഷിക സിദ്ധാന്തം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളാൽ കഴിവുള്ള നമ്മുടെ പങ്ക് സമൂഹത്തിൻ്റെ പങ്ക് നമ്മളും അന്യോന്യം സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജീവിക്കുക എന്നാൽ വലിയ പ്രയാസമൊന്നുമില്ല. മാത്രമല്ല, എന്നാൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ആർക്കും അന്യോന്യം വെറുപ്പില്ലാതെ, ആർക്കും ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ പങ്ക് ഷെയർ നമ്മൾ സ്വീകരിക്കുക. അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും സെക്സാണെങ്കിലും എല്ലാം അന്യോന്യം നമ്മളുടെ പങ്ക് മാത്രം സ്വീകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക, അതിൽ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. അതിനു പകരം കിട്ടുന്നതൊക്കെ തിന്ന് ഭയങ്കര തടിയും ഒബീസിറ്റിയൊക്കെ ഉണ്ടാക്കി എല്ലാ രോഗങ്ങളും കൊണ്ട് നടക്കുന്ന അതൊരു ബുദ്ധിപൂർവ്വമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസം എന്നത് യഥാർത്ഥത്തിൽ അതിന് ആദ്യമായിട്ട് ഒരു അപകോളനീകരണം, ഡീകോളനൈസേഷൻ, അത് മാത്രം പോരാ, അതെങ്കിലും നടക്കണം. അത് നടന്ന് കഴിഞ്ഞാലേ ആ കുട്ടികളെങ്കിലും ബാക്കിയുള്ളതൊക്കെ ചെയ്തോളും. ഇന്നിപ്പോൾ വെള്ളക്കാരൻ പോയി നമ്മൾ അവിടെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. വെള്ളക്കാരന് പകരം നമ്മളിരുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ ഡീകോളനൈസേഷൻ എന്ന പ്രക്രിയ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിനാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ പുതിയ ഒരു തലമുറ അന്തസ്സും അഭിമാനവും സ്വന്തം സമൂഹസ്നേഹവും കുടുംബസ്നേഹവും സംസ്കാര സ്നേഹവും ദേശസ്നേഹവും ഉള്ള ഒരു ജനത ഉണ്ടായി വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളതൊക്കെ അത് പിന്നെ അവൻ മാറ്റിക്കൊള്ളും. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നന്നായാൽ, ഡീകോളനൈസ് ചെയ്താൽ, അപകോളനീകരണം നടത്തിയാൽ ബാക്കിയുള്ളത് സ്വയമേവ വന്നോളും. അതിന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പരിശ്രമിക്കേണ്ട ഒരു കാര്യമില്ല, അവർ ചെയ്തോളും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ അപകോളനീകരണം നടക്കുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. അതിന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വിദ്യാഭ്യാസം എന്തിനാണ്, അത് എന്താണ്, കുട്ടികൾ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ്, അത് എന്തിനാണ് സ്വഭാവ ഗുണങ്ങൾ, നമ്മുടെ സമൂഹം കൂടുതൽ പുരോഗമിക്കാനും കൂടുതൽ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാനും ഉള്ള അവസ്ഥ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് കൂടും. മറ്റാരെയും കവർന്നിട്ടല്ല, മറ്റാരെയൊന്നും പിടിച്ചു പറിച്ചിട്ടല്ല, മറ്റാരെയും ഉപദ്രവിച്ചിട്ടുമല്ല, അല്ലാതെ തന്നെ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രകൃതി തന്നിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള എല്ലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്തായാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള ഇടമാണ് നമ്മളെ ഇന്ത്യ എന്നത്. അത് തന്നെ നമുക്ക് മാത്രമല്ല, അതിനു വേണ്ട ജലവും അതിനു വേണ്ട കാലാവസ്ഥയും അതിനു വേണ്ട സൂര്യപ്രകാശവും 365 ദിവസവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്ന അതിസമ്പന്നമായ, അതായത് പ്രകൃതി നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളാൽ അതിസമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ബർമ്മയും ഒക്കെ. ഇത്രയും എനിക്ക് പറയാം. അതിലേക്ക് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എത്തും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ടുള്ളതാണ് മറ്റുള്ളവരെ
കീഴടക്കി അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുക. അത് കുറച്ച് കാലം കൊണ്ട് മാറും. കാരണം അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാരണം ഈ ആയുധങ്ങളുടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ പരിഷ്കരണം മൂലം യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്ന് അങ്ങനെ യുദ്ധങ്ങൾ അവസാനിക്കുന്ന ഒരു നൂറ്റാണ്ടാവുന്നത് എനിക്ക് ഈ നൂറ്റാണ്ടോടുകൂടി യുദ്ധങ്ങളില്ലാതാവും. അത് തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ പകുതി ആകുമ്പോഴേക്ക് തന്നെ യുദ്ധങ്ങളില്ലാതായി. യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ നീങ്ങുന്നതോടുകൂടി ഇപ്പോഴുള്ള രീതിയൊന്നും നമുക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മെല്ലെ മെല്ലെ പിച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ പൈശാചികമായ ആർത്തി പൂണ്ട മറ്റുള്ളവനെ മുഴുവൻ നശിപ്പിച്ച് അവൻ്റെത് മുഴുവൻ കവർന്നെടുക്കണം എന്നുള്ള ആ ബോധവും ആ സംസ്കാരവും അതിൻ്റെ അവസാനം കാണാൻ പോവുകയാണെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു, ഞാനല്ല ഇപ്പോൾ ധ്രുവറാട്ടിയുടെ ഒരു വീഡിയോയിൽ കണ്ടു, ഈ ഇന്ത്യ എന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ബർമ്മയും കൂടിയ ഈ പഴയ നമ്മളെ ഇന്ത്യ തന്നെ ആവണം, അല്ലെങ്കിൽ അഖണ്ഡ ഭാരത ആവണം. അതാവും യാതൊരു സംശയമില്ല. കാരണം അന്യോന്യം സംശയവും ഭയവും അല്ലെങ്കിൽ ആക്രമിക്കില്ല എന്ന തോന്നലുണ്ടായാൽ പിന്നെ എന്തിനാണ് ഈ സൈന്യത്തിൻ്റെ ആവശ്യം? അപ്പോൾ ഈ സൈന്യത്തിന് ഉപയോഗിക്കുന്നത് പോലും നമ്മളെ പരിഷ്കരണത്തിനും നമ്മളെ പുരോഗമനത്തിനും നമ്മളെ അന്യോന്യം അഭിവൃദ്ധിക്കുമായിട്ട് ഉപയോഗിക്കാം. അത് തന്നെ ചെയ്താൽ മതി ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് നമ്മൾ ഒരു ജനാധിപത്യ പൗരനെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യം വിദ്യാഭ്യാസത്തിന് കൊണ്ടുവരും. അത് നമ്മൾ ആരെന്നും കടമെടുക്കേണ്ട. വെള്ളക്കാരൻ അവൻ്റെ ആശ്രിതനായ പ്രജയെ വാർത്തെടുക്കാൻ ഉണ്ടാക്കിയ വിദ്യാഭ്യാസം വലിച്ചെറിയൂ. അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതല്ലെങ്കിൽ അതിൻ്റെ റിച്വൽസും പിന്നെ രീതികളും ഒക്കെ തന്നെ ആ പ്രജയുടെ ബോധം നിലനിർത്താനുള്ളതാണ്, അല്ലെങ്കിൽ അത് പരിപോഷിപ്പിക്കാനുള്ളതാണ്. അതിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അതൊക്കെ തന്നെ നമ്മളെ പ്രജയാക്കാൻ, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി അവൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് നമ്മൾ ഇന്നും അവന് വലിയ ആളാണ്, അവന് ഭയങ്കര ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരായിരുന്നു അവർ. ഏറ്റവും കൂടുതൽ കവർച്ച നടത്തിയതാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നതാണ് അവർ. ഏറ്റവും കൂടുതൽ ഈ നാട്ടിലൊക്കെ നരനായാട്ട് നടത്തി അവരൊക്കെ പിടിച്ച് കെട്ടി പിന്നെ അടിമ വ്യാപാരം നടത്തിയവരും, അതേപോലെ തന്നെ അടിമ വ്യാപാരത്തിനേക്കാളും വലുതായിരുന്നു കോൺട്രാക്ട് ലേബർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മനുഷ്യത്വം എന്നത് തൊട്ട് തീണ്ടാത്ത വെസ്റ്റേണേഴ്സ് ഇന്നും വലിയ ആൾക്കാരായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം അവരുണ്ടാക്കി തന്നതായതുകൊണ്ട്, ആ പ്രജാവിദ്യാഭ്യാസം, ആ പ്രജയുടെ ബോധം നമ്മളിലുള്ളതുകൊണ്ടാണ്. അത് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റാൻ നോക്കണ്ട. അത് യഥാർത്ഥത്തിൽ ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും അതില്ലാതാക്കാൻ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. ദയവ് ചെയ്ത് ഇത് പരമാവധി അധ്യാപകർക്ക് കൊടുക്കുക. അധ്യാപകനാണ് ഇതിന് ആദ്യമായിട്ട് ഒരു സംഘം എന്നുള്ള നിലക്ക് ഒരു ശക്തിയായി വരേണ്ടത്. അവർക്കിത് വേഗം മനസ്സിലാവുന്നതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, അങ്ങനെ സമൂഹത്തിന് ഒന്നായിട്ട് വരുമ്പോൾ മാത്രമേ ഇത് നമ്മളെ ഭരണാധികാരികൾ, അതായത് മന്ദബുദ്ധികളായ ഭരണാധികാരികൾ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അവരോട് കാര്യം പറയുക.
അവരോട് ഇത് ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു 100 പേരെങ്കിലും കണ്ടാൽ അടുത്ത് തന്നെ ഞാൻ വേറൊരു വീഡിയോ 200 പേരാണെങ്കിൽ എന്തായാലും ഇട്ടോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇന്നത്തെ വിദ്യാഭ്യാസം മാറാതെ നമ്മളെ രാജ്യം നന്നാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇങ്ങനെ എന്തൊക്കെയോ വൃത്തികേടുകൾ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ കണ്ടില്ല. ഇത്രയും ഈ 75 കൊല്ലം നമ്മൾ നഷ്ടപ്പെടുത്തിയത് എത്ര ഭീകരമാണെന്ന് നോക്കിയത് നിങ്ങൾ. ഇന്നും നമ്മളെ ഇപ്പോൾ ഈ ഇലക്ഷനിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ ശാസ്ത്രബോധം എന്ന് പറയുന്നോ സത്യസന്ധത എന്നതോ അന്തസ്സ് എന്നതോ അഭിമാനം എന്നതോ തൊട്ട് തീണ്ടാത്ത കുറേ രാഷ്ട്രീയക്കാരുടെ അടക്കി ഭരിക്കുകയല്ലേ നമ്മളെയൊക്കെ തന്നെ. അത് ഒരാളെ ഞാൻ പ്രത്യേകമായിട്ട് പറയണേ, ഏകദേശം ഒരു വാക്കിന് പോലും വിലയില്ലാതെ, ഒരു വാക്ക് എന്താണെന്നോ അതൊക്കെ തന്നെ എന്ന് വിചാരിക്കുന്ന അവരുടെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അതൊക്കെ അന്തസ്സാണ്, അതൊക്കെ ചെയ്യേണ്ടതാണ് എന്ന നിലക്കുള്ള അത് മാറി നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ അന്തസ്സും അഭിമാനവും ഉള്ള സംസ്കാരമുള്ള മനുഷ്യരാണ്. നമ്മുടെ മക്കളും അങ്ങനെ ആവണം എന്ന ബോധ്യത്തോടു കൂടി ഈ കാര്യം പരമാവധി ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് ഒരു പൊതു ധാരണയാവുമ്പോഴേ നമ്മളെ മേലെ ഉറങ്ങിക്കിടക്കണ അല്ലെങ്കിൽ ഈ മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൻ്റെ മേലെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇതിൻ്റെ ആവശ്യകത ബോധ്യമാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴേ ഈ മന്ദബുദ്ധികളും അല്ലെങ്കിൽ അതിബുദ്ധികളും അല്ലെങ്കിൽ അല്പബുദ്ധികളും ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങും. ഇത്രേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.